ഹായ് ഹലോ എന്തൊക്കെയുണ്ട് റമിയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ അതാ നമ്മൾ പറഞ്ഞ് റംസാൻ ഇങ്ങോട്ട് എത്തിയില്ലേ അപ്പോൾ എല്ലാവരും ഇപ്പോൾ നനച്ചുള്ളിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണല്ലോ ഇട്ടത് അപ്പോൾ ഞാനും ഇതാ ചെറിയൊരു വ്ളോഗായിട്ട് 2 പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇൻട്രോക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മളെ വീടും വ്ളോഗുകളും ഒക്കെ ഒരുപാട് മുമ്പ് ചെയ്തത് ഇനിയിപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരലുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തതാണ് അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ടോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ഉംറക്കൊക്കെ പോയി വന്നതാണ് സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റണില്ല ജലദോഷം ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും അൽഹംദുലില്ലാഹ് സുഖപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കല്ലേ അപ്പോൾ ഉംറൻ്റെ വീഡിയോസൊക്കെ വരും കേട്ടോ അപ്പം നനച്ചുളി എല്ലായിടത്തുള്ള പരിപാടി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പൊടിയും അലർജിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല പൊടിയുള്ള ടൈമാണല്ലോ അപ്പോൾ പൊതുവേ ഇപ്പം നമ്മളെ ഇടയിലൊക്കെ ഒരു ജലദോഷവും പനിയും ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് വന്നതായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും കുറച്ച് പണികളൊക്കെ നമുക്ക് എന്താ പറയുക നല്ലൊരു മാസം നമ്മളിലേക്ക് എത്തുമ്പോൾ മൊത്തത്തിലൊന്ന് ശുദ്ധിയായിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിനും മൊത്തത്തിൽ ഒരു സമാധാനം തരുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ ഈ യാത്ര പോണതിൻ്റെ മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിനി അതുകൊണ്ട് എനിക്ക് വലിയൊരു ഭാരമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഈ നനച്ചുള്ളി പണി എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ കുറച്ചൊക്കെ എടുത്ത് കഴുകി വെക്കുകയാണ് ബോട്ടിൽസൊക്കെ ഞാൻ ഓരോ തവണയും കഴിയുമ്പോൾ അത് പിന്നെ റീഫിൽ ചെയ്യണതിൻ്റെ മുന്നായിട്ട് കഴുകി വെക്കും കുറേശ്ശെ പുറത്തുണ്ട് ആദ്യം കമറ്റി വെക്കാം കേട്ടോ ഒക്കെ കമറ്റി അതേപോലെ വെക്കുക കമറ്റിയായിട്ട് അത് വെള്ളം പോയിട്ട് മലത്തിക്കുക ഇത് കൊണ്ടിക്കൂടി കല്ലിടാതെ കൊണ്ട് അവിടെ പുറത്ത് അപ്പോൾ ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികളും വീട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് വേറെ രസമാണല്ലേ അപ്പോൾ ഞാനിത് ആ ബോട്ടിൽസൊക്കെ കേക്ക് വെച്ചിട്ട് മക്കളവിടെ കളിക്കുകയാണ് പോലെ വിളിച്ചിരുത്തി ഇതൊക്കെ കൊണ്ടുപോയേക്കാൻ പറഞ്ഞു അപ്പോൾ ഓൽക്ക് ഞാൻ ആരാ കൂടുതൽ എണ്ണം കൊണ്ടുപോകുക എന്നുള്ള വാശിക്ക് ഓലത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ പരിപാടി എന്നിട്ട് അതിങ്ങനെ കൊണ്ടുപോയി നിരത്തി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് എടുത്തുകൊണ്ട് വരിക അത് ചെറിയ പണികളൊക്കെ അവർക്ക് പറ്റണ ഓരെ ഏൽപ്പിച്ചു പിന്നെ വലിയ മോളുണ്ട് ഓള് എല്ലാ പണികൾക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മാഷാ അല്ലാഹ് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അത് അവരിത് പുറത്തൊക്കെ കൊണ്ടുപോയി നല്ല വൃത്തിക്ക് നികത്തി വെക്കുന്നത് അപ്പോൾ ആദ്യം കമഴ്ത്തി വെക്കണ ഇതിലത്തെ വെള്ളമൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ മലർത്തിയിട്ടാൽ നമുക്ക് ഇതാവും പിന്നെ ഇതാ ജനലും ഇതൊക്കെ തുറന്നിട്ടിട്ടാണ് ഇതൊക്കെ കേക്ക് ഉണങ്ങാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടതാണ് കേട്ടോ പിന്നെ കർട്ടനൊക്കെ ഊരി വെള്ളത്തിട്ട് വെച്ചാണ് സർഫിലിട്ട് വെച്ചാണ് ഇനി അതൊക്കെ തിരുമ്പാനുണ്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് ക്ലീനിങ്ങിൻ്റെ ഒരു പാർട്ട് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മളധികം വീഡിയോ എടുക്കൽ ഇതാ ഈ സോഫയിൽ ഇരുന്നിട്ടോ എവിടുന്ന് എവിടെന്നെങ്കിലൊക്കെയാണ് അപ്പോൾ അധികം കമൻറ്റ് വരലുണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല രസമുണ്ടെന്ന് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം മക്കൾ ചെറുതായപ്പം വരച്ചതാണ് ഇപ്പം ഏകദേശം അങ്ങനെ വരക്കലൊന്നുമില്ല പക്ഷെ അതൊരു ഹാബിറ്റായി മാറിയണോ സംശയമുണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങുമൊക്കെ നോക്കിയിട്ടില്ല ഒന്നും കൂടെ അങ്ങോട്ട് വലുതായിട്ടാണ് അത് നല്ലതെന്ന് തോന്നുക അപ്പോൾ കണ്ടില്ലേ ഈ ഒരു സൈഡായാലും ഫുൾ ഇൻറ്റീരിയർ കഴിഞ്ഞ് അധികമൊന്നും ഇത് കാണാൻ കിട്ടിയിട്ടില്ല അപ്പോഴേക്കിന് ആകെ വരച്ച് ഒരു സ്ഥലം പോലും ബാക്കിയില്ല കേട്ടോ ആ രൂപത്തിൽ വരച്ച് വെച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം മൊത്തത്തിൽ അതാ ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന സൈഡാണ് ഈ ഒരു സൈഡ് ഉണ്ടല്ലേ മൊത്തം നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് എല്ലാ നോമ്പിനും ഞാൻ ഇതേമാതിരി പിന്നെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ഇട്ടായിട്ട് എനിക്ക് കഴിയുമ്പോഴും ഞാൻ വരച്ച് നോക്കണതാണ് പക്ഷേ അത് വീണ്ടും അതേപോലെ ഉണ്ടാവും ഞാൻ അംഗനവാടിത്തെ ചുമര് പോലെ ഉണ്ട് 2 ആളേ ഉള്ളൂ കേട്ടോ അവിടെ വരക്കാൻ കൂടുതലൊന്നുമില്ല കണ്ടോ അധികം വീട്ടിലും ഉണ്ടാവും ഈ പരിപാടികളൊക്കെ അതാ നല്ല പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് വെച്ച അടിപൊളി ചുമരാണ് ഇങ്ങോട്ടുണ്ടെന്നാ എന്താ ഇതൊരു സ്റ്റഡി ഏരിയ എല്ലാം മറ്റേ നക്ഷത്രങ്ങളും ഒരു ബഹിരാകാശം ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ചുമര് എന്താ അവിടെ ഇങ്ങോട്ടൊക്കെ ഇൻറ്റീരിയർ ചെയ്ത കണ്ടോ വരക്കാൻ പറ്റിയ ഒരു സ്ഥലവും വെറുതെ വിട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ഇൻട്രോ എടുത്തത് ഞാൻ ഈ ഒരു ചുമര് അതിൽ കുറച്ച് ചുമര് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണത് ഞാൻ കാണിക്കാം ഇതിന് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതാണ് മാജിക് സ്പോഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഭാഗങ്ങൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഒരു 5 എണ്ണം വരുന്ന സെറ്റേന് അപ്പോൾ നമ്മൾ ഇറേസർ ഉണ്ടല്ലോ പെന്ന് ബുക്കിൽ എഴുതണേ
അതിൻ്റെ പോലെ നമ്മളിത് മായ്ക്കണതിനനുസരിച്ച് അതിങ്ങനെ തേഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ഈ ചളി നമുക്ക് കട്ടിലിൻ്റെ സൈഡിൽ ചുമര് അടുപ്പിച്ചിടുന്നതുകൊണ്ട് തന്നെ കട്ടിലിൻ്റെ സൈഡിലൊക്കെ നല്ല ചളി ഉണ്ടാവും, നമ്മൾ പെരുമാറുന്ന ഭാഗങ്ങൾക്ക് സ്വിച്ച് ബോർഡിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ചളിയാണ് കേട്ടോ ഈ ഇളകി പോണത്. അപ്പോൾ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ചെറിയൊരു ഭാഗമാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇത് സ്പോഞ്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ ഭാഗങ്ങൾ എനിക്ക് വീണ്ടും ക്ലീൻ ചെയ്യാണ്ടായിനി. അപ്പോൾ ഞാനത് എങ്ങനെയെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വീണ്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഒരു സെറ്റ് ഓർഡർ ചെയ്തിട്ടുള്ളതിന്. അപ്പോൾ അതല്ലാത്ത ഭാഗം ഞാൻ നല്ല സോപ്പും ഇതൊക്കെ ഇട്ട് വരച്ച് കേൾക്കണതാണ് ഈ കാണുന്നത് ചുമര്. പക്ഷെ മാറ്റം അവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ നമ്മളെ എഫേർട്ടും ശക്തിയൊക്കെ ഇട്ടിട്ട് പണിയെടുക്കുക എന്നല്ലാണ്ട് അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മാർക്കറ്റിലുണ്ട്. മാജിക് സ്പോഞ്ച് എന്നാണ് കേട്ടോ പേര്. നിങ്ങൾക്ക് ഏത് സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാലും സാധനം കിട്ടും. നമ്മളിവിടെ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടീന് കേട്ടോ. അപ്പോൾ കണ്ടില്ല, തുണി വെച്ച് ഞാൻ കുറേ വരച്ച് എൻ്റെ എഫേർട്ടും ഇതും കളഞ്ഞു എന്നല്ലാതെ ജസ്റ്റ് ആ മേലുള്ള ചളി മാത്രം കൂടെ പോന്നു. പുട്ടിയടിച്ച ചുമരാണ്, അതുകൊണ്ടാണ് കേട്ടോ ചളി പോകുന്നത്, അല്ലെങ്കിൽ അതും പോരില്ല. അതാണ് അവസ്ഥ. അപ്പോൾ മക്കളൊക്കെ ഉള്ളിടത്ത് നന്നായിട്ട് വരഞ്ഞ് ചുമരൊക്കെ വൃത്തിയേടായി നമുക്ക് കൊല്ലം പെയിൻറ്റ് ചെയ്യാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ കണ്ടോ, ആ ഒരു ചുമരിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചൊന്നും ഫീൽ ചെയ്യണില്ല. അപ്പോൾ ഈ ഒരു മാജിക് സ്പോഞ്ച് ഞാൻ ആ ഒരു ചെയ്യുന്ന സമയത്ത് വല്ലാണ്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ ചെറിയൊരു പീസ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൊക്കെ ചളി കണ്ടില്ലേ, ലൈവായിട്ട് ഇളകി വരുന്നത്. ഇനി ഇപ്പുറത്തുള്ള ഈ ഒരു ഇത് പേന കൊണ്ട് വരച്ചാണ്, അത് ഈ ഒരു ഇറേസറിൽ പോണില്ല. പക്ഷേ നമുക്ക് പെൻസില്, കളറ്, ക്രയോണ് അങ്ങനത്തെ എല്ലാ ഇതും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു കലകൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്കിങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് ക്ലീൻ ആവണത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ മൊത്തത്തിൽ കാണിക്കട്ടെ ചുമര്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഒരു പെയിൻറ്റിങ് പുതിയതായിട്ട് കഴിഞ്ഞൊരു ഫീലാണ്. നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. പേനോണ്ട് വരച്ചാൽ മാത്രമേ പോകാത്തുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയൊരു പീസ്, ഇത് ക്രയോണാണ് കേട്ടോ, ക്രയോണോണ്ട് കുത്തി വരച്ചാണ്. അപ്പോൾ ഞാനതിൻ്റെ മാക്സിമം ചെറിയ ചിന്ന പീസ് വരെ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കിയോണ്ട് തന്നെ. അപ്പോൾ ആ ഒരു കുത്തി വരഞ്ഞത് കണ്ടോ, ഇപ്പോൾ ഞാനത് മായ്ച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് റിസ്ക് എടുത്ത് നല്ല ഹാർഡായിട്ടുള്ള കറിയാണെങ്കിൽ കുറച്ചൊന്ന് അമർത്തി വരയ്ക്കേണ്ടി വരും. ഇത് കണ്ടില്ല, ആ ഒരു പീസ് ഞാനിങ്ങനെ വരയ്ക്കുന്നതിനനുസരിച്ച് കഷ്ണമായി ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അത്രയും ചെറിയ പീസാണ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇനി ഈ ഭാഗമൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. മക്കൾ ചവിട്ടി കയറി അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓരോന്ന് എടുക്കാൻ അതിന് എനിക്ക് ആ സ്പോഞ്ച് തികഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗം ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടി വിൻ്റെ അടിഭാഗം അവിടെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെ 2-3 ചുമര് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ സ്പോഞ്ച് തീർന്നുപോയി. പിന്നെ ഞാൻ ആ ഇൻട്രോ എടുത്ത് സംസാരിച്ച ആ ഒരു സോഫേൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ കണ്ടോ, നല്ലൊരു പെയിൻറ്റ് ചെയ്തൊരു ഫീലാണ്. അതുപോലെ സിറ്റ് ഔട്ടിൽ പുറത്ത് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടിയിട്ട് നല്ല അടിപൊളിയായി വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഫർണിച്ചറിൽ പിടിക്കണ പൂപ്പലി, പായലി അങ്ങനത്തെ ഞാൻ ഒരു സംഭവത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ചെയ്യല്ല കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം പറഞ്ഞതാണ്. ഇപ്പോൾ മാജിക് സ്പോഞ്ചാണ്. പിന്നെ നമ്മൾ നേരെ റൂം ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ കർട്ടനൊക്കെ വലിച്ചുകൊണ്ടുപോയി വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചാണ്. പിന്നെ നേരെ ലാഡർ എടുത്ത് റാക്കിൻ്റെ മേലെ എങ്ങനെ ആയാലും കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ, ഇത് കൊല്ലം ഇതൊരു പണിയാണ്, അതുണ്ടാവും. പിന്നെ ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കുറേ സംഭവങ്ങളും ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒക്കെ വലിച്ച് പെറുക്കിയിട്ട് പൊടിയൊക്കെ തുടച്ച് ആവശ്യമുള്ളത് പൊടി തുടച്ച് അവിടെ വെക്കും, അല്ലാത്തത് എടുത്ത് കളയും. അങ്ങനെ ഒരുപാട് ഫിൽറ്റർ ചെയ്യാണ്ടാവും കേട്ടോ സംഭവങ്ങൾ. അപ്പം അങ്ങനെ ഒക്കെ ഒരു ലാഡർ ഉണ്ടെങ്കിൽ സുഖമാണ്. അല്ലെങ്കിൽ നമുക്ക് കോണിയൊക്കെ ആണെങ്കിൽ പേടിയാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. ലാഡർ ആകുമ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് അതിൻ്റെ മേലേക്ക് വെക്കാനും അങ്ങനെയൊക്കെ ഒരു സഹായിനെ പോലെ വർക്ക് ചെയ്യാനും കൂടി പറ്റും. അപ്പം ഞാൻ ആദ്യം ചൂലെടുത്ത് അതിൻ്റെ മേലൊക്കെ ഒന്ന് അടിച്ച് വാരി അതിന് ശേഷം മോപ്പെടുത്തിട്ട് ഒക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ആക്കുകയാണ്. അപ്പം അതിൻ്റെ മേലെ പ്രത്യേകിച്ചൊന്നും വിരിച്ചിട്ടൊന്നുമില്ല, നേരേക്ക് അങ്ങോട്ട് ഇട്ടിട്ടാണ്. പിന്നെ അത് ആ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഫാസ്റ്റ് ആക്കിയപ്പോൾ പിന്നെ അതൊക്കെ മ്യൂട്ടാക്കിയിട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഈ ഒരു ഗ്ലൗസിനെ കുറിച്ചൊക്കെയാണ് പറയണത്. അതുള്ളതുകൊണ്ട് നമുക്ക് ഗ്ലാസ്സും ഇങ്ങനത്തെ ഒക്കെ തുടക്കാൻ സുഖമാണ് എന്ന് പറയാം. കൈക്കൊരു പ്രൊട്ടക്ഷനുമാണ്. അപ്പോൾ ഇതൊരു മൈക്രോ ഫൈബർ ഗ്ലൗസാണ്. വണ്ടി കഴുകാനൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ യൂസിങ്. പക്ഷേ എനിക്കത് ഇങ്ങനെ ഭയങ്കര ഉപകാരമാണ്, ഗ്ലാസ്സുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ തുടക്കാൻ. അപ്പോൾ അതായത് ഞാൻ ആ ഒരു ഗ്ലൗ വെച്ചിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ തുടക്കണം കേട്ടോ. നമ്മൾ കയ്യിലൊരു തുണിയും ഇതൊന്നും പിടിച്ച് ഇങ്ങനെ തുടക്കേണ്ട ആവശ്യമില്ല. അത് ഒന്ന് വെള്ളത്തിൽ മുക്കി തുടക്കുക, അത് ഒൽബി പിഞ്ഞ് വീണ്ടും തുടക്കുക. ഇത് കയ്യിലിട്ടാൽ മതി. നമ്മൾ ഷോക്സൊക്കെ ഇടുന്ന പോലെ ഇടാം. അതിലേക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് ഉണ്ട് എന്നുള്ളൂ.
അപ്പോൾ ആ റൂമത്തെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ മുന്നേ കുറച്ച് വെള്ളം കുടിക്കട്ടെ വിചാരിച്ച് കിച്ചണിക്ക് വന്നാണ് കേട്ടോ. ഇതാണ് കിച്ചൻ്റെ ഒരു അവസ്ഥ. കുറേ ആയില്ലേ കിച്ചണും ഇതൊക്കെ കാണിച്ചിട്ട്. അപ്പം ഇങ്ങനെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കുപ്പികളൊക്കെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ഒരു വിധം നന്നാക്കൽ കഴിഞ്ഞാട്ടോ. ഈ ഒരു ഡോറുകൾ ഇതൊക്കെ തുടച്ചതാണ് കണ്ടില്ലേ. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാണ്ട്. അപ്പോൾ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ നാരങ്ങ ഉണ്ടായിന്. നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരയും കലക്കി കുറച്ച് വെള്ളത്തിൽ കലക്കി. തണുത്ത വെള്ളമൊന്നും അധികം യൂസ് ചെയ്യണില്ല കേട്ടോ. പിന്നെ കുറഞ്ഞ തണുപ്പിൽ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഒരു 3-4 ഗ്ലാസ് അങ്ങോട്ട് ഉണ്ടാക്കി വലിച്ചങ്ങോട്ട് കുടിച്ചു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാവുമ്പോൾ തന്നെ ഒരു ചടപ്പൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചതിൻ്റെ ശേഷം വീണ്ടും അലക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സർഫും പൊടിയിൽ ഇട്ട് വെച്ചതൊക്കെ ഒന്ന് അലക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേപോലത്തെ വെള്ള തുണീൻ്റെ കർട്ടനാണുള്ളത്. പിന്നെ മെഷീനിലിട്ടിട്ടും അതിൻ്റെ ക്ലിപ്പൊന്നും പോകാതെ അങ്ങനെയും ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ചളിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നന്നായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ ചളിയൊക്കെ. അപ്പോൾ നന്നായിട്ട് ഒന്ന് അടിച്ചങ്ങോട്ട് തിരുമ്പി. അപ്പോൾ എങ്ങനെ ആയാലും ഇങ്ങനത്തെ വെള്ള കർട്ടനിലൊക്കെ നമ്മൾ തിരുമ്പി വീണ്ടും വിരിക്കുമ്പോൾ നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ ഞാൻ കംഫർട്ടിലൊക്കെ മുക്കിയിട്ടാണ് കേട്ടോ അത് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കല്ലിലടിച്ച് തിരുമ്പി. അതിൻ്റെ ക്ലിപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മളിവിടെ താമസിച്ച സമയത്തിട്ട കർട്ടനാണ്. അതിൻ്റെ ശേഷം എല്ലാ നനച്ചുള്ളിക്കും ഇതേമാതിരി അടിക്കലും തിരുമ്പലൊക്കെ ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ കുറേ ക്ലിപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി എന്തായാലും കർട്ടനൊക്കെ ഒന്ന് ഇൻഷാ അല്ലാ മൊത്തത്തിലൊന്ന് പണിയിപ്പിക്കുമ്പോൾ കർട്ടനൊക്കെ മാറ്റണം. ഈ തുണി കർട്ടനൊക്കെ ഒന്ന് മാറ്റണം. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. പൊടി തട്ടി കൊടുത്താൽ മതി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്നാവട്ടെ. ഇപ്പോൾ റൂമിലൊക്കെ ഈ കർട്ടനാണ്, ഹോളിലൊക്കെ മറ്റേ കർട്ടനുമാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പം അങ്ങനെ അതൊക്കെ ഇലക്കി വിരിച്ചിട്ടു. പിന്നെ ഇതാ ഉച്ചയായപ്പം ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്നു കേട്ടോ. നമ്മളെ തട്ടുകടയത്തെ അടിപൊളി ബിരിയാണി റൈസാണ്. പിന്നെ അതിലേക്ക് ഫ്രൈഡ് ചിക്കനും കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ നിൽക്കുന്ന ദിവസം നമ്മൾ അതിൻ്റെ പുറമെ ഫുഡ് ഉണ്ടാക്കാനും കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം അങ്ങനെ പോകുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാക്കാം. വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഈ റൈസും അതിലേക്ക് കുറച്ച് ബിരിയാണിയും ചെമ്പറൊക്കെ കിട്ടിയപ്പം സംഭവം അടിപൊളിയായിട്ടോ. നന്നായിട്ട് തന്നെ കഴിച്ച് നമുക്ക് മൊത്തത്തിൽ എല്ലാത്തിനും ഒരു ടൈം കിട്ടി. അങ്ങനെ ഇതാ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. കുറേ നേരമായപ്പം വീടൊക്കെ ക്ലീനായി. അപ്പോൾ ഇനി കിച്ചൺ ക്ലീൻ ചെയ്യണ ചെറിയൊരു ഭാഗം കൂടെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആക്കിയിടാം. ഒരുപാട് ലെങ്തി വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതാണ് നമ്മളെ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൂമുണ്ട്, അത് അടച്ചിട്ടത് തീരെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ക്ലീൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലോ. അപ്പം ഞാൻ അത് ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചാണ്. നമ്മളത്രയും റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഈ ചുമര തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകണത്. കാരണം മക്കളിങ്ങോട്ട് കുത്തിവരനെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വൃത്തികേടായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിനി. അതൊക്കെ ഇനിയിപ്പോൾ ആരെയും ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ ആദ്യം തന്നെ കാണുന്ന ഭാഗമായതുകൊണ്ട് എങ്ങനെയെങ്കിലും പെയിൻ്റ് അടിക്കണം എന്നുള്ളൊരാഗ്രഹം ഇനി. അപ്പോഴാണ് ഞാൻ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചത്. പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് എളുപ്പമുള്ള സംഗതിയല്ല. ഒരു ഭാഗം മാത്രം ആയിട്ട് പെയിൻ്റ് അടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ഹോം ടൂറായിട്ട് കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമാണെങ്കിൽ അത് പോയി കണ്ടാൽ മതി. പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊന്നും ഇതിമേ ചെയ്തിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി. പ്ലാനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാതെ വരേക്കും എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.